ഇന്ത്യയിലെ 28 സംസ്ഥാനമുള്ളതിൽ 5 ക്രൈസ്തവർക്ക് വലിയ ശക്തിയുള്ള സംസ്ഥാനവും 3 ക്രൈസ്തവർക്ക് മഹാഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളുമാണ്. അതായത് 25% ക്രൈസ്തവരുള്ള ഗോവയും 41% ക്രൈസ്തവരുള്ള മണിപ്പൂരും അതിന് മുകളിൽ 75% ക്രൈസ്തവരുള്ള മിസോറാമും 87% ക്രൈസ്തവരുള്ള നാഗാലാൻഡും 88% ക്രൈസ്തവരുള്ള അരുണാചൽ പ്രദേശും. അപ്പോൾ ക്രൈസ്തവ മഹാഭൂരിപക്ഷമുള്ള 5 സംസ്ഥാനത്തിന്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. 5 സംസ്ഥാനവും ഭരിക്കുന്ന BJP ആണ്, NDA ആണ്. മാത്രമല്ല അവിടെ ഒരു തവണ അബദ്ധത്തിൽ പറ്റിയതൊന്നുമല്ല. അപ്പൊ നമുക്കറിയാം ഗോവ വളരെ ശക്തമായിട്ട് ക്രൈസ്തവ സഭയ്ക്ക് ഇവിടെ അടിത്തറയുണ്ട്. ഇവിടെ ഈ കേരളത്തിൽ ക്രിസ്ത്യാനികൾ 18% ഉള്ളൂ, പക്ഷെ ഗോവയിൽ 26% മണിപ്പൂർ വലിയ കോലാഹലം ഉണ്ടാക്കിയ സ്ഥലമാണ് മണിപ്പൂർ, 41% ക്രൈസ്തവരാണുള്ളത്. അവിടെ ഈ കലാപത്തിനിടയിലും കലാപത്തിന് ശേഷവും ഒക്കെ അവിടെ അധികാരത്തിൽ വരുന്നത് BJP ആണ്. അപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 5 സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനവും ഒരു തവണയല്ല 2 തവണയല്ല 3 തവണ വരെ തുടർച്ചയായിട്ട് BJP ജയിക്കുന്നു, അധികാരത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അവിടുത്തെ ക്രൈസ്തവർക്ക് ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവിടുത്തെ ക്രൈസ്തവർക്ക്? അപ്പോൾ ആ ക്രൈസ്തവർക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ തയ്യാറാണ്. അതേ BJPയെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കാനും തയ്യാറാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ പ്രചരണം വ്യാജമല്ലേ എന്ന് കേരളത്തിലെ ക്രൈസ്തവർ ഇന്നിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇലക്ഷൻ വരുമ്പോൾ ആണ് ഈ വാർത്തകൾ വരിക. കേരളത്തിൽ വാർത്തയില്ല, കേരളത്തിലെ കന്യാസ്ത്രീകളെ ആക്രമിച്ചാൽ വാർത്തയില്ല, കേരളത്തിലെ പള്ളിയുടെ സ്ഥലം കയറി മതിൽ കെട്ടി വളച്ചെടുത്ത് കൊണ്ടുപോയാൽ ഇവിടെ വാർത്തയില്ല, ക്രിസ്ത്യാനികൾ അല്ല കന്യാസ്ത്രീകൾ എത്ര പേര് മരിച്ചു വീണാലും കേരളത്തിൽ അത് വാർത്തയില്ല, അത് ചർച്ചയില്ല. എന്തെല്ലാം ആക്രമണം പള്ളിക്കെതിരെയോ കന്യാസ്ത്രീകൾക്കെതിരെയോ അല്ലെങ്കിൽ സഭയുടെ സ്വത്തുക്കൾക്കെതിരെയോ കേരളത്തിൽ നടന്നാൽ അത് വാർത്തയല്ല. മുനമ്പം മാത്രമാണ് വാർത്തയായത്. ആ മുനമ്പത്തിന്റെ കാര്യത്തിലും ഈ 2 മുന്നണികൾ എടുത്ത നിലപാട് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാനിത് പറയാം. ഇന്ത്യയിൽ 2 മുന്നണിയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന NDA, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഇടതുപക്ഷവും. കേരളത്തിൽ മാത്രമാണ് 2, കേരളത്തിന് പുറത്തു പോയാൽ 1. അങ്ങനെയുള്ള ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളിലും, അതായത് കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും കേരളത്തിനകത്തുള്ളതും കേരളത്തിന് പുറത്തുള്ളതും കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് മുതൽ CPM വരെയുള്ള സകല കക്ഷികൾക്കും കൂടെ എത്ര ക്രിസ്ത്യൻ MLA-മാരുണ്ട് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് വിശ്വസിച്ചാൽ മതി. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്നു 34 MLA-മാർ. ഇതാണ് ആകെ ഇന്ത്യ മഹാരാജ്യത്തുള്ളത്, കേരള അടക്കം. എന്നാൽ BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷികളും BJPയും അടക്കം 234 ക്രിസ്ത്യൻ MLA-മാരാണ് ഇന്ത്യയിലുള്ളത്. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇതിനെല്ലാം റെക്കോർഡുണ്ട്, കൃത്യമായ റെക്കോർഡുണ്ട്. 34 200 അധികം. അപ്പൊ ആ 200 അധികം MLA-മാരെ സൃഷ്ടിച്ച ആ BJP വർഗീയ പാർട്ടിയാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, ക്രിസ്ത്യാനിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ക്രിസ്ത്യാനി അത് അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം ക്രിസ്ത്യാനികൾ ഈ കണക്കുകൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ളത് ഈ പറയുന്ന കേരള മന്ത്രിസഭയിലല്ല, അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭകളിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള മുന്നണി BJP മുന്നണി, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ള മുന്നണി BJP മുന്നണി. 3 സംസ്ഥാന മുഖ്യമന്ത്രിമാർ ക്രിസ്ത്യാനികളായിട്ടുള്ളത് BJP മുന്നണിയിലാണ്.